കലിയടങ്ങാതെ തകർത്തു പെയ്യുന്ന കാലവർഷത്തിൻ്റെ ദുരിതമനുഭവിക്കുന്ന ഒരു മലയോര ഗ്രാമം. വലിയ കഷ്ടതയിൽ ആ ഗ്രാമമായിരിക്കുന്നു. അവരുടെ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ജോലിയില്ല, ഉണ്ടെങ്കിൽ തന്നെ പോകുവാനുള്ള സാഹചര്യമില്ല. വീട്ടിനകത്തേക്ക് എല്ലാവരും ഒതുങ്ങിക്കൂടുകയാണ്. വീട്ടിനകത്തേക്ക് എല്ലാവരും ഒതുങ്ങിക്കൂടുന്നു. ഒപ്പം ദാരിദ്ര്യവും പുറത്തുനിന്ന് വീട്ടിനകത്തേക്ക് കടന്നു വരുന്നു. ഭക്ഷണ സാധനങ്ങളെല്ലാം തീർന്നു, കയ്യിലുള്ള ക്യാഷൊക്കെ തീർന്നു. മക്കൾക്ക് ഇഷ്ടമുള്ളതും അവർ ആവശ്യപ്പെടുന്നതും വാങ്ങിക്കൊടുക്കുവാൻ കഴിയുന്നില്ല. വൃദ്ധരായ മുതിർന്നവർക്ക് വൈദ്യസഹായം എത്തിക്കുവാൻ കഴിയുന്നില്ല, മരുന്ന് കൊടുക്കുവാൻ കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥ. ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഭീകരതയുടെ മധ്യത്തിൽ ഒരു ഞായറാഴ്ച പകൽക്കാലം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ പ്രഭാതത്തിൽ വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ എല്ലാവരും പതിവിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ഇടവകയിലേക്ക് കടന്നുപോയി. അവർ അൾത്താരയിലേക്ക് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നോക്കിയിരിക്കുകയാണ്. ഇന്ന് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനിലൂടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത്? ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്ക് എന്ത് മറുപടിയാണ് ദൈവം തരുവാൻ പോകുന്നത്? എന്ത് പരിഹാരമാണ് ദൈവം വരുത്തി തരുവാൻ പോകുന്നത്? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്ന അതേ ആകാംക്ഷയോടെ തന്നെയാണ് അവരുമായിരുന്നത്, അല്ലേ? ഇന്ന് ഈ അനുഭവിക്കുന്ന വീട്ടിനകത്തേക്ക് ഒതുക്കിക്കൂടപ്പെട്ട അനുഭവം ഇന്നലകളിൽ പലതും ഉണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇല്ലായ്മ, ദാരിദ്ര്യം അരിച്ചു കയറുന്ന അവസ്ഥ, നഷ്ടപ്പെടലിൻ്റെ വേദന. ഇതിൽ നിന്ന് എന്ത് പരിഹാരമാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത്? അതെ, അവർ പ്രതീക്ഷയോടെ നോക്കുകയാണ്. കാതുകൂർപ്പിച്ചിരിക്കുമ്പോൾ ആ പുരോഹിതൻ്റെ ഘനഗംഭീരമായ ശബ്ദം മുഴങ്ങി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു വലിയ കഷ്ടതയിലായിരിക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. അതേ കഷ്ടതയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആ കഷ്ടതയെ ഒരു വശത്തേക്ക് നീക്കിവെക്കുക. എല്ലാവരും ഒന്ന് സൈലൻ്റായി. എന്താണ് ഈ പുരോഹിതൻ പറയുവാൻ പോകുന്നത്? അദ്ദേഹം തുടർന്ന് പറഞ്ഞു, നിങ്ങൾ അല്പസമയം പ്രാർത്ഥിക്കുക. കൊള്ളാം, അത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണല്ലോ. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ചെയ്ത് നിങ്ങൾ സന്തോഷമായിരിക്കുക. ഠോ, ഒരു വെടി പൊട്ടിയതുപോലെ ആ ഇടവഹിക്കാത്തൊരു വലിയ നിശബ്ദത, പവർക്കട്ട് കടന്നു വന്നതുപോലെ ഇരുട്ട് നിറഞ്ഞു അവിടെ ആയിരുന്ന എല്ലാ വിശ്വാസികളുടെ മുഖത്ത്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും മുഖത്ത് ആ ഇരുളിമ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കാണുവാനായിട്ട് കഴിയും. വലിയ പ്രതീക്ഷയോടെയാണ് ചാനൽ മാറ്റി വന്നപ്പോഴായിരിക്കും കണ്ടത്. കൊള്ളാം, ഇന്ന് വിടുതലിന് നേരം ഒന്ന് കണ്ടു നോക്കാം. എന്താണ്, ഏത് നിലയിലുള്ള വിടുതലാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്? അതാണ്ടടാ. അപ്പോൾ പറയുന്നു, കഷ്ടതയെ നീക്കി വയ്ക്കുവാൻ. പറയാൻ എളുപ്പമാണ് ഈ കഷ്ടത അങ്ങോട്ട് നീക്കി വയ്ക്കാനേ, പക്ഷെ അനുഭവിക്കുന്നവർക്കറിയാം. പുരോഹിതന് പറയാം, പ്രസംഗിക്കുന്നവന് പറയാം, നമ്മുടെ കഷ്ടത മറ്റൊരുവരോട് വിവരിച്ചാൽ അവനും പലതും പറയാൻ പറ്റും. പക്ഷെ അനുഭവിക്കുന്നവൻ അതിൻ്റെ കഠിനത, അയ്യോ, ഈ കഷ്ടതയിൽ നിന്ന് എനിക്കൊരു മോചനമില്ല, ഈ കഷ്ടത എന്നെ തകർത്ത് കളയും, ഈ കഷ്ടതയിൽ ഞാൻ അവസാനിച്ചു പോകും. അത്രമാത്രം വലുതാണോ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ ഭരിക്കുന്ന ആ കഷ്ടത? ഒന്ന് ചിന്തിച്ചേ. ഇതിലും വലിയ കഷ്ടത ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഇന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇല്ലില്ല, ഇതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ കഷ്ടത. ഇതേ വാക്കുകൾ എത്രയോ തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കള്ളം പറയരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിയേ. സഹോദര, ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്ക്. സഹോദരി, നിന്റെ ഭർത്താവിനോട് ചോദിക്ക്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരോട് ചോദിക്ക്. എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇല്ല, തീർന്നു, ഇനി പറ്റത്തില്ല, ഇതോടെ ഞാൻ അവസാനിച്ചു, ഈ കഷ്ടതയിൽ തന്നെ ഞാൻ അവസാനിച്ചു പോകും, ഞാൻ ഒടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ എത്രയോ കഷ്ടതയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. എന്നിട്ട് അവസാനിച്ചു പോയോ? അവസാനിച്ചു പോയെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നേ? ആ കഷ്ടതയിലൊന്നും നമ്മൾ തീർന്നു പോയില്ല, അല്ലെങ്കിൽ ആ കഷ്ടതയ്ക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഒപ്പം നിന്ന് അനുഭവിച്ചിട്ടുള്ളതാണ് ചില വേർപാടിൻ്റെ അവസരങ്ങളിൽ. അങ്ങനെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് മാറ്റപ്പെടുന്ന ആ വേർപാടിൻ്റെ അനുഭവം അതുള്ളിലുള്ളവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. നല്ല യൗവനത്തിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യയെ ഞങ്ങൾ മുറിക്കകത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അവർ കൂടെ ആ സഹോദരൻ്റെ ബോഡി സംസ്കരിക്കുമ്പോൾ കൂടെ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ച് ചില വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും അവർ ജീവിക്കുന്നുണ്ട്. അന്ന് അവർക്കത് വലിയ പ്രശ്നമായിരുന്നു, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിരുന്നു. എന്നാൽ മുൻപോട്ട് പോകുകയിൽ അവർക്ക് മനസ്സിലായി,
ഇനിയും എനിക്ക് ജീവിച്ച് മുൻപോട്ട് പോകുവാനുണ്ട്. പിന്നെയും അതിലും വലിയ കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. അവരും ഇന്ന് നിങ്ങളായിരിക്കുന്നത് പോലെ ഈ കഷ്ടതയിൽ ഭാഗഭാക്കുക്കളായി ആയിരിക്കുന്നുണ്ടായിരിക്കാം. ഒരു കഷ്ടതയ്ക്കും നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അവസാനം വയ്ക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കഷ്ടത, അല്ലെങ്കിൽ എങ്ങനെ ഈ കഷ്ടതയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ അനുഭവേദ്യമാകുന്നു എന്ന് ചിന്തിച്ചാൽ ഞാനൊരു ഉപമയിലൂടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഈ കഷ്ടതയെ ഒരു സ്റ്റെപ്പിനി ആയിട്ടൊന്ന് ചിന്തിച്ചേ. ഇപ്പോൾ വാഹനങ്ങൾക്കുള്ളവർക്കറിയാം, ബൈക്കിൽ സ്റ്റെപ്പിനി ഇല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കേണ്ട. 4 വീലർ 3 വീലർ ഇതിനൊക്കെ സ്റ്റെപ്പിനിയുണ്ട്, സ്കൂട്ടറിനുമുണ്ട്. അപ്പോൾ 4 വീലുള്ള വണ്ടിയുടെ 5ാമത്തെ വീലാണ്, 5ാമത്തെ ടയറാണ് സ്റ്റെപ്പിനി. അപ്പോൾ സ്റ്റെപ്പിനി അത്യാവശ്യമാണ്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടിയുടെ ടയർ പഞ്ചറാവുകയോ വെടിതീരുകയോ ചെയ്ത് വഴിയിലായി പോകാതിരിക്കുവാൻ സ്റ്റെപ്പിനി ആവശ്യം. പക്ഷേ ഈ സ്റ്റെപ്പിനി ഇല്ലെന്ന് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലേ? ഓടിക്കാൻ പറ്റും. ഒരിടത്തും പോകാൻ പറ്റത്തില്ലേ? പോകാൻ പറ്റും. ഈ പോകുന്ന പോക്കിൽ ഒരു ചെറിയ പ്രശ്നം ഈ സ്റ്റെപ്പിനി ഇല്ലെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകും. നമ്മുടെ യാത്ര ചിലപ്പോൾ അല്പം താമസിക്കും, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ കഴിയത്തില്ല. കാരണം വണ്ടി പഞ്ചറായി, അപ്പോൾ സ്റ്റെപ്പിനി ഇല്ല. ഇനി ഒരു വർക്ക്ഷോപ്പുകാരൻ വരണം, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുവാൻ ആരെങ്കിലും വരണം. ഒന്ന് ചിന്തിച്ചേ, സഹായിക്കുവാൻ നമുക്ക് ധാരാളം പേരുണ്ട്. നമുക്കൊപ്പം നിൽക്കുവാൻ ഒരു കോൾ ചെയ്ത ഉടനെ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം വണ്ടിയുടെ ടയറും അഴിച്ചെടുത്തോണ്ട് വരാൻ വേണ്ടി ഒരാളുണ്ടെങ്കിൽ സ്റ്റെപ്പിനി ഇല്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുമോ? ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പിനി ഒരു വാഹനത്തിന് എങ്ങനെയോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ട്. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. എന്ന് വെച്ച് അതിനൊരു അവസാനം, നിങ്ങളുടെ ജീവിതത്തിനൊരു അവസാനം വരുത്തുവാൻ ഒരു കഷ്ടതയ്ക്കും കഴിയത്തില്ല. അപ്പോൾ ആ കഷ്ടതയെ എങ്ങനെ നീക്കിവെച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കുവാനായി പോകുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ആ കാര്യം ഏതാണ്? എന്ത് ഇഷ്ടമുള്ള കാര്യം ചെയ്താണ് ആ പുരോഹിതൻ പറഞ്ഞതുപോലെ ഈ കഷ്ടതയിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയുന്നത്? ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിക്കൊപ്പം. ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊരുമിച്ചായിരിക്കുവാൻ നല്ലവനായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയുടെ, ഇല്ലായ്മയുടെ, അരിച്ചു കയറുന്ന ആ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ പിന്നെയും ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്ന നല്ല ദിവസമായി ദിവസം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അല്പസമയത്തെ വചന ധ്യാനത്തിനായി നമ്മുടെ വിഷയത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അത് ദൈവം തന്നെ വച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് നമുക്കിഷ്ടമുള്ള കാര്യം? ഇപ്പോൾ പെട്ടെന്ന് എന്താണ് നമുക്കിഷ്ടമുള്ള കാര്യമെന്ന് ചോദിച്ചാൽ, ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഒരു തേങ്ങ വെട്ടുകാരനോട് ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ സമയത്ത് ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ ആ പുള്ളി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: വെള്ളപ്പൊക്കം വന്ന് ഈ ഭൂമി മുഴുവനും നശിക്കണം, ഞാനും എൻ്റെ വെട്ടുകത്തിയും എനിക്ക് തേങ്ങയാട്ടി എണ്ണയും കൊപ്രയും തരുന്ന ആ മില്ലും മാത്രം ഈ ലോകത്തിൽ ശേഷിക്കണം. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പറഞ്ഞത്. ഇന്ന് അനേകരുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ്, നമ്മിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഇഷ്ടങ്ങൾ. നമ്മൾ മാത്രം വേണം, നമ്മൾ മാത്രം നന്നായിരിക്കണം, അങ്ങനെയുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചല്ല ഇവിടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നമ്മുടെ കഷ്ടതയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്ന ആ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ ചില ഭക്തന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഭക്തനെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ എന്നാണ് ആ ഭക്തൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടതയുടെ അനുഭവം കടന്നു വരുന്നു. എന്താണ് കഷ്ടതയുടെ അനുഭവം? അദ്ദേഹം സിംഹക്കുഴിയിൽ വീഴുവാൻ പോവുകയാണ്. വലിയ കഷ്ടതയില്ലേ? നിങ്ങൾ ഇതിനെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് പോലുള്ള ഭീകരത നിറഞ്ഞ അവസ്ഥ. അലർന്ന സിംഹം പോലെ ജപ്തി നോട്ടീസ് മുമ്പിൽ നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും കിടക്കാടമില്ലാതായി തീരാം, തിരിച്ചടയ്ക്കുവാൻ കഴിയുന്നില്ല, ജോലി നഷ്ടപ്പെട്ടു, നാളെ എന്തായിത്തീരും, സിംഹത്തിൻ്റെ ഭീകരത എല്ലാം അവസാനിച്ചു, ഇതോടെ തീർന്നു. പേടിച്ചു ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ.
ആ അവസ്ഥയിൽ ആരാ? നമ്മുടെ ദാനിയേൽ എത്തിച്ചേർന്നു. വലിയ കഷ്ടത ജീവിതത്തിൽ. അപ്പോൾ ദാനിയേൽ എന്താ ചെയ്തേ? ആ പുരോഹിതൻ പറഞ്ഞതുപോലെ ഈ കഷ്ടതയെ ഒരു വശത്തോട് അങ്ങ് നീക്കി വെച്ചു. കാരണം ഈ കഷ്ടത ഒരു സ്റ്റെപ്പിനെയാണ്, അതിനെ അങ്ങ് നീക്കി വെച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദാനിയേൽ മാളിക മുറിയിൽ കടന്നുപോയി താൻ പതിവ് പോലെ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദാനിയേൽ പ്രാർത്ഥിച്ചു. തുടർന്ന് ദാനിയേൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുകയാണ്. അതാണ് നമ്മുടെ പോയിന്റ്. എന്താണ് ദാനിയേൽ ഇഷ്ടമുള്ള കാര്യം ചെയ്ത? തേങ്ങ വെട്ടുകാരനെ പോലെ എല്ലാം വെള്ളപ്പൊക്കം വന്ന് നശിക്കട്ടെ, അങ്ങനെയാണല്ലോ? അല്ല, പിന്നെയോ ദാനിയേൽ ആ കഷ്ടത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറായി. ആ സിംഹക്കുഴി എന്ന കഷ്ടത്തെ ഏറ്റെടുക്കുവാനായി ദാനിയേൽ തയ്യാറായി. ആ സിംഹക്കുഴിയിലേക്ക് ധൈര്യത്തോടെ ദാനിയേൽ കടന്നു പോവുകയാണ്. കയറെടുത്തില്ല, വിഷം അന്വേഷിച്ചില്ല, റെയിൽപാളം നോക്കിപ്പോയില്ല. അതേ സഹോദര, നിന്നോട് തന്നെയാണ്. എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ? നിനക്കും ടെൻഷൻ, ഭാര്യയ്ക്കും ടെൻഷൻ, മക്കൾക്കും ടെൻഷൻ, വയസ്സായ മാതാപിതാക്കൾക്കും ടെൻഷൻ. ഇതെന്തോന്നാ പറയുന്നേ? നീ പോയി ചാവുന്നു, നിന്റെ ആ ശവശരീരം കണ്ട് നിന്റെ വീട്ടുകാർക്ക് സന്തോഷം വരുമെന്നാണോ എന്ന് വിചാരിച്ചാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതല്ല ഭക്തൻ അഴക്. വിശ്വസിക്കുന്നവനല്ലേ, പ്രാർത്ഥിക്കുന്നവനല്ലേ, ഭാര്യ മക്കളെയൊക്കെ ഉപദേശിക്കുന്നവനല്ലേ? അല്ലേ സഹോദരി? ഭർത്താവിന് പ്രാർത്ഥന പോരാ, മക്കൾക്ക് പ്രാർത്ഥന പോരാ, നാട്ടുകാർക്ക് പ്രാർത്ഥന പോരാ, എന്തെല്ലാം പറയുന്നത്. പക്ഷെ കഷ്ടത വന്നപ്പോൾ എനിക്ക് ചത്താ മതി. അയ്യോ, എനിക്ക് ഈ കഷ്ടതയിലൊന്നും പറ്റത്തില്ല, ഈ രോഗം, അയ്യോ, ഈ രോഗത്തിൽ തന്നെ ഞാൻ അവസാനിച്ചു പോകും. നിലവിളിയാ, വിളിച്ച് ഈ കൊറോണ തുടങ്ങിയപ്പോഴേ ഒരു ദിവസം ആഹാരം വെച്ചപ്പോഴത്തേക്ക് അല്പം ഉപ്പ് കുറവ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു. ഉടനെ എൻ്റെ കുഞ്ഞ് പറയുക, കൊറോണയൊക്കെ ആണോ? പെട്ടെന്ന് ഞാൻ പറയും, ശരി തന്നെ, കൊറോണ ആയിരിക്കും. ഉടനെ അവൻ തിരികെ പറയുക, വഴിയെ പോണ രോഗത്തിനെ വലിച്ച് വീട്ടിനകത്തോട്ട് കയറ്റുന്നത്. ഇതുപോലെയാ വഴിയേ പോകുന്നതിനൊക്കെ ടെൻഷൻ അടിച്ച് നമ്മൾ വീട്ടിനകത്തോട്ട് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുന്നവരാ, പക്ഷേ ആ പ്രശ്നത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ഇഷ്ടം അതൊന്നും അല്ല. നമ്മുടെ ഇഷ്ടം കഷ്ടതകളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, കണ്ണുനീരുകളില്ലാത്ത, നമ്മൾ ഒത്തിരി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നോവലുകളിലെയും കഥകളിലെയും ഒക്കെ ജീവിതമാണ്. അതവിടെ മാത്രമേ കാണത്തുള്ളൂ. ഈ ലോകത്തിൽ പച്ച മനുഷ്യരായി ജഡരക്തങ്ങളോടുകൂടെ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇഷ്ടം ചെയ്യുവാൻ, തൻ്റെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുവാൻ ദാനിയേൽ കടന്നു പോവുകയാണ്. എവിടേക്ക്? സിംഹക്കുഴിയിലേക്ക്. സിംഹക്കുഴിയിൽ ദാനിയേൽ ഇറങ്ങുന്നത് എല്ലാവരും കാണുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എപ്പോൾ ദാനിയേലിൻ്റെ എല്ലാം അവസാനിക്കും. ദാനിയേലിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രം അന്തരീക്ഷത്തിൽ നിറയുവാൻ പോകുന്ന ശുഭമുഹൂർത്തത്തിന് വേണ്ടി ദേശം കാത്തിരിക്കുമ്പോൾ കഷ്ടതയെ മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് തനിക്കിഷ്ടമുള്ളത് ചെയ്ത ദാനിയേൽ ആ സിംഹക്കുഴിയിൽ നിന്ന് തിരികെ കയറി. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെടുത്തുന്ന സിംഹത്തെ പോലെ അലറി നിൽക്കുന്ന ആ പ്രശ്നത്തെ കണ്ട് ഭയപ്പെടാതെ പ്രാർത്ഥനയോടെ നിങ്ങൾ മുൻപോട്ട് പോകുമെങ്കിൽ ആ സിംഹക്കുഴിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കയറും. സഹോദര, ആ തൊഴിലില്ലായ്മ എന്ന സിംഹക്കുഴിയിൽ നിന്ന് നീ പുറത്തു കയറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇതോടെ ഞാൻ അവസാനിച്ചു, ഇതോടെ നീ അവസാനിച്ചു, ഇതോടെ അവൻ ഒതുങ്ങി, അവൻ അടങ്ങി, അവൻ തീർന്നു എന്ന് പറഞ്ഞവർ കാണുകെ നിന്നെ ഭയപ്പെടുത്തുന്ന സിംഹത്തെ പോലെ അലറുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ആ കുപ്പി താഴെ വയ്ക്കേ. ആമേൻ. വിഷക്കുപ്പി മാത്രമല്ല കേട്ടോ. ആമേൻ. ഇന്ന് നീ പോകുന്ന വഴി നിന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല. ദൂത തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. സഹോദര, നീ ചെയ്തു കൂട്ടുന്നതൊന്നും നിന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല. ഈ കഷ്ടതയെ നിന്റെ ഇഷ്ടപ്പെട്ട പ്രവൃത്തിയായി, ഇഷ്ടപ്പെട്ട കാര്യമായി കണ്ട് ഏറ്റെടുക്കുവാൻ നീ തയ്യാറാകുക. ആ സിംഹക്കുഴിയിലേക്ക് ദാനിയേൽ ഇറങ്ങിയതുപോലെ ഈ പ്രശ്നത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങ്. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കും. ആ സിംഹത്തിൻ്റെ വായടയ്ക്കും. നിന്റെ തൊഴിൽ സ്ഥലത്ത് നിനക്ക് വിരോധമായി കടിച്ചു കീറുവാൻ സിംഹത്തെ പോലെ നിൽക്കുന്ന ചിലതിൻ്റെ വായെ എൻ്റെ ദൈവം അടയ്ക്കും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി അലറുന്ന സിംഹത്തെ പോലെ എപ്പോൾ വേണമെങ്കിലും തീർത്ത് കളയാമെന്ന് ആമേൻ തിരിച്ചറിയുന്ന നിന്നോട് തന്നെ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, അത് അവസാനിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ ഇഷ്ടവും
അത് തന്നെ നിന്റെ ഇഷ്ടവുമായി ചെയ്ത് ആ കഷ്ടതയിലൂടെ മുൻപോട്ട് പോകുക എന്ന ആ ഇഷ്ടം ചെയ്യുവാൻ നീ തയ്യാറാകുമെങ്കിൽ, പ്രാർത്ഥനയോടെ അതിന് നീ തയ്യാറാകുമെങ്കിൽ, ആ സിംഹം നിനക്ക് മുമ്പിൽ കീഴടങ്ങും. ഒത്തിരി പേരെ കീറിക്കളഞ്ഞ സിംഹമാണ്. നിന്റെ കുടുംബത്തിനകത്ത് നീ അനുഭവിക്കുന്ന അതേ പ്രശ്നം ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ സൃഷ്ടിച്ചു. ഒത്തിരി മക്കൾക്ക് അമ്മയും അപ്പനെയും ഇല്ലാതാക്കി തീർത്തു. ആ കൊച്ചിനെ ചേർത്ത് പിടിക്കുമ്പോൾ നിന്നെ വല്ലാതെ തളർത്തിക്കളയുന്നുണ്ട്. എൻ്റെ കുഞ്ഞപ്പനില്ലാതെ വളരുമോ? എൻ്റെ മക്കൾ ആരെ അപ്പ എന്ന് വിളിക്കും? അപ്പൻ്റെ സ്നേഹം അവർക്ക് ലഭിക്കത്തില്ലേ? തിരിച്ചറിയ. നിന്റെ മക്കൾ അനാഥരായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ അപ്പനോടൊപ്പം തന്നെ, ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയവനോടൊപ്പം തന്നെ അവർ ജീവിക്കും. ആ അപ്പൻ്റെ നന്മ അവരനുഭവിക്കും. നിന്റെ ഭർത്താവിൻ്റെ നന്മ, ആ സന്തോഷം നീ അനുഭവിക്കും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആ സിംഹത്തിന് നീ ഏൽപ്പിക്കപ്പെടത്തില്ല. ആമേൻ. ആ സിംഹം എന്ന കഷ്ടതയെ, ഇന്ന് ആ സിംഹത്തെ പോലെ കീറിക്കളയുവാൻ നിൽക്കുന്ന ആ രോഗത്തെ ഓടുവാനല്ല, ആ രോഗത്തിലേക്ക്, ആ രോഗത്തിൻ്റെ കഠിനതയിലേക്ക്, ആ കഷ്ടതയിലേക്ക് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ആ സിംഹം പിന്നെ ഇല്ല. ആമേൻ. അന്നൊരു 1-ാം തീയതി എന്ന് വിചാരിച്ചു. 1-ാം തീയതി ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. 2-ാം തീയതി രാവിലെ ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് കയറി. 3-ാം തീയതി മുതൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ സിംഹമില്ല. ആ കഷ്ടത അവിടെ കൊണ്ട് അവസാനിച്ചു. കഷ്ടതയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. നിന്റെ ജീവിതത്തിന് ഇന്ന് നിന്നെ വിടാതെ പിന്തുടരുന്ന കഷ്ടതയ്ക്ക് ഫുൾ സ്റ്റോപ്പ് വയ്ക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കഷ്ടതയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. ഈ കടത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുവാൻ കഴിയത്തില്ല. നീ പ്രാർത്ഥിക്കുമെങ്കിൽ ആ കടത്തിന് എൻ്റെ കർത്താവ് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന, ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന ആ കടത്തിന്, ആ ബാധ്യതയ്ക്ക് എൻ്റെ കർത്താവ് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും. അതങ്ങനെ സംഭവിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ജപ്തി ചെയ്ത് എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോകും, അയ്യോ ഞാൻ വഴിയാധാരമായി തീരും, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഞാൻ എവിടെ അന്തി ഉറങ്ങും, എന്തായിത്തീരുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു. കേൾക്ക്, നീ ആ കഷ്ടതയിൽ അവസാനിക്കത്തില്ല. കഷ്ടതയ്ക്ക് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിലെ കഷ്ടതയ്ക്ക് ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുവാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു. അപ്പോൾ ഈ ഇഷ്ടം, അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്താ? ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ വായിക്കാം. നമ്മൾ കുറച്ച് നേരെ സംസാരിച്ചു വന്നപ്പോൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും. 29-ാമത്തെ വാക്യം. എവിടെ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പ് സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. അത് ദൈവം തന്നെ വച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഒരു കാര്യം, അതേക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. നമ്മുടെ കഷ്ടത ക്രിസ്തു മുഖാന്തരം സഹിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ആ പുരോഹിതൻ പറഞ്ഞത്. ആ കഷ്ടത അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇഷ്ടം ചെയ്യുക. നമ്മുടെ ഇഷ്ടം എന്തായിരിക്കണം? തേങ്ങോട്ടുകാരൻ്റെ ഇഷ്ടമാകരുത്. പിന്നെയോ ആ കഷ്ടത അനുഭവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. എനിക്ക് വേണ്ടി അവൻ ക്രൂശ് ചുമന്നു. അവനോടുകൂടെ ഈ കഷ്ടതയെ ഞാൻ ചുമക്കും. ഒന്ന് ചിന്തിച്ച, കർത്താവായ യേശു ക്രിസ്തു ഈ ക്രൂശ് ചുമക്കാതിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കോ നിങ്ങൾക്കോ ഒരു പ്രത്യാശയോ പ്രതീക്ഷയോ ഉണ്ടാകുമായിരുന്നോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശ് ചുമന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അവസാനിച്ചു പോയോ? പിലാത്തോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് രക്ഷിക്കാനൊക്കെ നോക്കി. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയതാ, എനിക്ക് ക്രൂശൊന്നും വേണ്ടെന്ന് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുക. ഗത്സമനയിൽ എന്താ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്? എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം തന്നെ. ആമേൻ. കർത്താവ് ആ കഷ്ടതയെ മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കുക ഗത്സമനയിൽ. എന്തിനു വേണ്ടിയാ? ഇഷ്ടം ചെയ്യുവാൻ. ആ കഷ്ടതയാണ് പിതാവിൻ്റെ ഇഷ്ടമെങ്കിൽ അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഞെരുക്കം, ഈ ഇല്ലായ്മ, ആ തലമുറകളെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന അവസ്ഥ, എത്രയോ പിള്ളേർ നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്ന നല്ല സാഹചര്യങ്ങളും നല്ല അവസരങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും നന്നായി വളർന്നു വരുന്നു. മാതാപിതാക്കൾക്ക് പേരും പെരുമയുമായി മാറുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് മാത്രം എന്താ ഇങ്ങനെ? അതവേ നീ കരയുകയാ. അയ്യോ, തലമുറയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെടുകയാ. തിരിച്ചറിയേ, ഇത് കഷ്ടമാണ്. അത് നിന്റെ ജീവിതത്തിൽ കർത്താവ് തന്നതാ.
ആ കഷ്ടം കർത്താവ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നീ അത് നിൻ്റെ ഇഷ്ടമായി കണ്ട് ആ കഷ്ടത്തെ സഹിക്കുവാൻ, ആ കഷ്ടമായി മുൻപോട്ട് പോകുവാൻ തയ്യാറാകുക. ആ ക്രൂശിനെ കർത്താവ് മാറ്റും. ആമേൻ. ആ ക്രൂശ് കർത്താവ് ചുമന്നു. ആ സുവിശേഷങ്ങളുടെ അവസാനം അങ്ങ് വായിച്ചു നോക്കണം കേട്ടോ. 4 സുവിശേഷങ്ങളുടെ അവസാനം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിനെ ചുമന്നു. അത് കഴിഞ്ഞ് ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കയറ്റി, അല്ലെങ്കിൽ ക്രൂശ് കർത്താവിനെ ചുമന്നു. കർത്താവിൽ ക്രൂശിൽ നിന്ന് സ്വതന്ത്രനായി. പിന്നെ കർത്താവിൻ്റെ കയ്യിൽ ക്രൂശുണ്ടോ? നമ്മൾ കാണുന്ന ഫോട്ടോയിലൊക്കെ കാണും. പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ പിന്നെ ക്രൂശില്ല. കാരണം അത് പോയി. ഒരിക്കൽ ചുമന്നു. ആ ചുമന്ന ക്രൂശ് തന്നെ കർത്താവിനെ ചുമന്നു. ക്രൂശിൽ നിന്ന് കർത്താവ് സ്വതന്ത്രനായി. ആ ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന്, നിങ്ങളുടെ ആ കഷ്ടതയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ആ കഷ്ടതയെ ദൈവത്തിൻ്റെ ഇഷ്ടമായി കണ്ട് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, ഇത് തന്നെയാണ് ആ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 7, 8, 9 വാക്യം ദൈവമായിട്ട് സംസാരിക്കുക. ആരാ? നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ആവശ്യം തൻ്റെ ജഡത്തിലുള്ള ശൂലം ദൈവം മാറ്റി കൊടുക്കണം. അപ്പോൾ എന്താ പൗലോസ് അപ്പോസ്തലനോട് ദൈവം പറയുന്നേ? 3 പ്രാവശ്യം ചോദിച്ചു. 2 പ്രാവശ്യവും മറുപടി പറയില്ല. 3-ാമത്തെ പ്രാവശ്യം പറയുക, ആ ശൂലം അവിടെ ഇരുന്നോട്ടെ. ആ ശൂലമാണ് കഷ്ടത. ആ ശൂലമാണ് വഹിക്കുവാനായി പൗലോസ് തയ്യാറായത്. പൗലോസിന് പറയാമായിരുന്നു, ഈ ശൂലവും വെച്ചോണ്ടൊന്നും എനിക്ക് നിൻ്റെ വേല ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, ഞാൻ നിൻ്റെ വേലയാണ് ചെയ്യുന്നത്, മാറ്റി തന്നില്ലെങ്കിൽ എനിക്ക് നിൻ്റെ വേലയും വേണ്ട, നീയും വേണ്ട, ഞാൻ അതാ പഴയ പണിക്ക് പോവുകയാണ്. ദൈവത്തിനെ വരെ പേടിപ്പിക്കായിരുന്നു അല്ലേ? പഴയ പണി എന്തായിരുന്നു? പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊല്ലക്കമായിരുന്നു. അതല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നേ, ചാടിപ്പോയിട്ട്. ഇപ്പം വാളും പരിചയമൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ വാളിലാണ്. നമ്മൾ അന്വേഷിക്കുന്ന, ആവശ്യപ്പെടുന്ന വിടുതൽ കിട്ടിയില്ലെങ്കിൽ അങ്ങ് എഴുതി വിടുകയാ, ദൈവമില്ല മൂടാ. നീ ഇത് തന്നെ പറയുമെന്ന് വചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കിട്ടിയില്ലെങ്കിൽ ദൈവമില്ല, നീ ചോദിക്കുന്നതൊക്കെ തന്നില്ലെങ്കിൽ ദൈവമില്ല. തന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാം ഓക്കെയാ. അപ്പോൾ എവിടെ കിട്ടിയെന്നോ? ഇതൊക്കെ എഴുതാൻ തക്കവണ്ണം ആ കൈ പൊങ്ങുന്നില്ലേ? അതൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. ആമേൻ. ആ കഷ്ടത പൗലോസ് അപ്പോസ്തലൻ സഹിക്കുക. ഫലമെന്താ? പൗലോസ് അപ്പോസ്തലന് മുമ്പിൽ രാജ്യങ്ങൾ ഭൂഖണ്ഡം കീഴടങ്ങുകയാണ്. യൂറോപ്പ് എന്നൊരു ഭൂഖണ്ഡം കീഴടങ്ങപ്പെടുകയാണ്. കഷ്ടത സഹിക്കുവാൻ തയ്യാറായപ്പോഴാണ്. പ്രിയരെ, നിങ്ങൾക്ക് മുമ്പിൽ ഒത്തിരി പ്രാപിച്ചെടുക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്, അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ചില ശൂലങ്ങളാണ്. ആ ജഡത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ശൂലം പോലെ മുന്നോട്ട് വിടുന്നില്ല. ചില സിംഹങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ ദാനിയേലിന് പിന്നെയും ചെയ്യുവാനുണ്ട്. ഒരു പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലും, ഒരു വലിയ പ്രതിസന്ധിയുടെ അവസ്ഥയിലും പ്രവാസിയായി പിടിക്കപ്പെട്ട, അടിമയായി പിടിക്കപ്പെട്ട ഒരുവനാണ്. അവന് ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുത്ത നന്മയിൽ നിന്നുകൊണ്ട് ചെയ്യുവാനുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇതാ സിംഹക്കുഴിയിൽ ഉണ്ടാകുവാൻ പോകുന്നു. തനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്, ഭൂഖണ്ഡങ്ങളെ കീഴടക്കുവാനുണ്ട്, ദൈവത്തിൻ്റെ സുവിശേഷം അതേ എല്ലായിടത്തും എത്തിക്കുവാനുണ്ട്. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒത്തിരി മുൻപിൽ കിടക്കുകയാണ്. മക്കളെ പഠിപ്പിക്കണം, അവർക്ക് നല്ല ഭാവി കൊടുക്കണം, വീട് വയ്ക്കണം, സ്വന്തമായി പലതും നേടണം, വാഹനം വാങ്ങണം, സന്തോഷമായി ജീവിക്കണം. ഒരുപാട് കഷ്ടത സഹിച്ചു. ഭാര്യയെ വിട്ട് വിദേശത്തായിരുന്നു. തൊഴിലിൻ്റെ കഠിനത കൊണ്ട് ഭർത്താവിനൊപ്പം കുടുംബത്തിനൊപ്പം സന്തോഷമായി ചിലവഴിക്കുവാൻ കഴിഞ്ഞില്ല. മക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. അതിനെല്ലാം ഒരു അറുതി ഉണ്ടാകണം. മക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം, ഭർത്താവിനോടൊപ്പം കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കണം. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥ വലിയ പ്രതിസന്ധി മുൻപിൽ സൃഷ്ടിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. വല്ലാത്ത ഭയപ്പെടുത്തുന്ന അവസ്ഥ. ഇത് എൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുമോ? ഇല്ലെന്നേ. ആമേൻ. ആ ശൂലം ഉള്ളത് കൊണ്ട്, ആ സിംഹം അവിടെ ഉള്ളത് കൊണ്ട് നീ ഭക്തനാണോ? ലോക മനുഷ്യനൊരു പക്ഷേ അതൊരു അവസാനമായിരിക്കാം. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമായി കണ്ട്, കഷ്ടത സഹിക്കുക എന്ന ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമായി കണ്ട് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് അപ്പോൾ സംഭവിക്കുന്നതെന്ന് വിവരിക്കുകയാണ്. മരിക്കുന്നുവെങ്കിൽ ജീവിക്കും. അതേ, കൂടെ വാഴുവാനുള്ള അവസരം. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നമുക്ക് വാഴ്ച ആഗ്രഹമാണ്. വാഴണം, ശത്രുവിനെ വാഴണം, രോഗത്തെ വാഴണം, ദേശത്തിന് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ വാഴണം.
പ്രതിസന്ധികളെ വാഴണം, പ്രതികൂലങ്ങളെ വാഴണം. വാഴ്ച ആഗ്രഹമാണ്, പക്ഷേ സഹിക്കുവാൻ വയ്യ. സന്തോഷമായി ജീവിക്കണം. പിന്നെ അതിനല്ലേ ഞാൻ കെട്ടിക്കയറി വീട്ടിലോട്ട് വന്നത്. സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷേ അമ്മായിയും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും കേൾക്കാനല്ലേ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടാ. അയ്യോ എനിക്ക് ഡോക്ടറാവണം, പക്ഷേ ഉറക്കവഴി അതൊന്നും പറ്റത്തില്ല. ഉറക്കവഴിയാനൊന്നും പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. ആമേൻ. കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് പാപം എത്രയോ പേർ പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കാൻ വിളിക്കുമ്പോൾ കണ്ണുനീരോടെ പറയുന്ന കാര്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ഈ നിലയിലെത്തി. ഇന്ന് വലിയൊരു പ്രതിസന്ധി വന്നു, നഷ്ടമുണ്ടായപ്പോൾ ഒപ്പം നിൽക്കുവാൻ ആരുമില്ല. നന്മ അനുഭവിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു. കഷ്ടം വന്നപ്പോൾ നിങ്ങളുടെ കുറ്റമാ, നിങ്ങളുടെ കുറവാ. ആമേൻ. അതിൻ്റെ കൂട്ടത്തൊരു കുത്തും. ഈ കുത്താ ഏറ്റവും വലിയ ശൂലം. അതെന്താ? അന്നേ പറഞ്ഞില്ലേ, ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനൊന്നും നടക്കരുത്. ദൈവത്തിൻ്റെ അടുത്ത് കുറച്ചുകൂടെ ഒന്ന് സമയം ചിലവഴിക്കണമായിരുന്നു. പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ സഹോദരി നീ കാണാത്തതുകൊണ്ടാ. സഹോദര നീ കാണാത്തതുകൊണ്ടാ. നീ പ്രാപിച്ചതൊക്കെ ആ പ്രാർത്ഥനയുടെ ഫലമാണ്. പലർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. കാരണം കഷ്ടതയിൽ ആ കഷ്ടത സഹിച്ച് ഒപ്പം നിൽക്കുവാൻ താല്പര്യമില്ല. വാഴ്ച ഇഷ്ടമാണ്, പക്ഷേ കഷ്ടം സഹിക്കുവാൻ താല്പര്യമില്ല. പിന്നെ എങ്ങനെ വാഴ്ച ഉണ്ടാകും? ആമേൻ. ഇന്ന് നീ കുറ്റപ്പെടുത്തുന്ന നിന്റെ പങ്കാളി, അവരുടെ കഷ്ടതയിൽ നിനക്കൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദര സഹോദരി, നിന്നോട് തന്നെ നാളെ ഈ കഷ്ടതയിൽ നിന്ന് അവൻ പുറത്തു വരുമ്പോൾ, അവൾ പുറത്തു വരുമ്പോൾ എങ്ങനെ അവർ നിങ്ങളെ ചേർത്ത് നിർത്തും? എങ്ങനെ ആ വാഴ്ചയുടെ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും? സഹിക്കുന്നവൻ വാഴും. നിങ്ങളുടെ ഇഷ്ടം, അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അതേ ആ കഷ്ടത സഹിക്കുക എന്ന ഇഷ്ടം. ഭർത്താവിൻ്റെ ഭവനത്തിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലാകട്ടെ, ഇത് കഷ്ടതയുടെ സമയമാണ്. ഈ കഷ്ടത നിങ്ങൾ സഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു വാഴ്ച നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വീഴുമെന്ന് നിങ്ങൾ പേടിയോടെ നോക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ അവസാനിക്കുമെന്ന് ലോകം പറയുന്ന സ്ഥാനത്ത് ദൈവം ഒരു വാഴ്ച ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നീക്കി വയ്ക്കുക, പ്രാർത്ഥിക്കുക, കഷ്ടത സഹിക്കുക എന്ന ഇഷ്ടം ചെയ്യുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്നവരെ കൂട്ടിവരുത്തുക. അതുപോലെ ഞങ്ങളെ പരിചയപ്പെടുത്തുവാനും മറക്കാതിരിക്കുക. ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കും. നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രൈസർ ഫാമിലിയുമായ ആ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കുവാൻ www.pcfg.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവം, അനുഗ്രഹീതമായ നല്ല പകൽക്കാലം വാഴ്ചയ്ക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നവർ ഈ കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലി സ്ഥലത്തവർ അനുഭവിക്കുന്ന കഷ്ടതകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ഈ കഷ്ടതയിൽ അവസാനിച്ചു പോകുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആ കഷ്ടത അവരെ വിട്ട് മാറിപ്പോയ കൃപയ്ക്കായി ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഇനി വേണ്ട എന്ന് പറഞ്ഞവർ, എനിക്കിവളെ വേണ്ട എന്ന് പറഞ്ഞ അതേ സഹോദരി, നിൻ്റെ ഭർത്താവ് തന്നെ നിന്നെ വിളിക്കുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുക. എൻ്റെ ഈ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അതേ ഭാര്യ തന്നെ, സഹോദര പ്രാർത്ഥിക്കുക. മക്കളെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മാതാവിനും പിതാവിനും ഒപ്പം നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ. കടഭാരങ്ങൾ വിട്ടുമാറട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ച് നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുന്ന ആസ്മയുടെ ബുദ്ധിമുട്ട് യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. കടമുഖാന്തരം ആത്മഹത്യ ചെയ്യുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ കർത്താവ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. ആമേൻ. ആ കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക യേശുവിൻ നാമത്തിൽ. വിട്ടുകളായി ആ ചിന്തയെ വിട്ടുകളായി തലമുറയുടെ ഭാവി അനുഗ്രഹമായി മാറുവാൻ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലുതും ചെറുതുമായ സകല വിഷയങ്ങളുടെ പേരും എൻ്റെ ദൈവങ്ങൾ കൂടിരുന്ന് മറുപടി നൽകി അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.